ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു? ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്ക ആണെങ്കിലും ഡെർമ ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടുന്നത് അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി പിന്നെ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ഇൻഫ്ലുവൻസറാണ്. പിന്നെ അപ്പം ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പിന്നെ സൺസ്ക്രീനിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തപ്പോഴാണ് ഇപ്പം ഉള്ള ഈ ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൺസ്ക്രീന് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇട്ട സമയത്ത് ഏതോ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ എങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒക്കെ വരുന്നത് എന്നല്ല. അതായത് നമ്മൾ തേച്ചതിന് ശേഷം നമ്മൾ മുഖത്തിന് ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല, പിന്നെ അത് നമ്മൾ നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം അതങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ സാധാരണ സൺസ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, തേച്ച ആ ഒരു ടൈമിൽ തന്നെ അതങ്ങോട്ട് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നോർമലി നമ്മുടെ ഫേസിൻ്റെ ഒരു കളറായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും റീച്ചുള്ള ഒരു പിന്നെ ചാനലിൽ ഒരാൾ പറയേണ്ടത് അങ്ങനെയല്ല. അവർക്ക് എന്നാൽ വ്യൂവേഴ്സിനോട് കുറച്ച് കടമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പറഞ്ഞ കമൻസിനാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും ആൾ പറയുന്നത് റീച്ച് ചെയ്യാത്ത യൂട്യൂബേഴ്സ് പിന്നെ റീച്ചുള്ള അവരെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാണെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ കല്യാണിനെ കുറ്റം പറയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, കാണുകൾക്ക് ഒന്നുമില്ലാത്ത ഒരാൾ ഒരു ഓൺ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ അവർ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും വാങ്ങിക്കാൻ നിൽക്കുന്നത് നമ്മൾ വ്യൂവേഴ്സാണ് മണ്ടന്മാരായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സ്കിന്നായിരിക്കില്ല പിന്നെ നിങ്ങളുടെ സ്കിന്ന്, അപ്പോൾ ആ സ്കിന്നിനൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാൾ വന്ന് ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ്, ഇത് ഇത്ര ലാസ്റ്റിങ് കിട്ടും, വെയിലത്തിറങ്ങിയാൽ പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേട്ട് വാങ്ങാൻ നിൽക്കുന്ന വ്യൂവേഴ്സാണ് ശരിക്കും മണ്ടന്മാരായിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും കല്യാണിനെ അങ്ങനെ കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ കല്യാണിക്ക് കിട്ടുന്ന പിന്നെ പേയ്മെൻറ്റിനനുസരിച്ചിട്ട് കല്യാണി വർക്ക് ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. അപ്പം ഈ ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പം വെച്ചാൽ നല്ല റീച്ചുള്ള ചാനൽ വരെ കോസ്മെറ്റിക്സിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൊമോഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മുൻപൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാർമസീൻ്റെ റോളോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി ഫസ്റ്റ് യൂസിനൊന്നും ഫസ്റ്റേ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ നല്ല എന്താ പറയുക, നമ്മൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾക്ക് എത്ര രാവിലെ പോയിട്ട് രാത്രി വരാന്നുണ്ടെങ്കിലും നമ്മളൊരു വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടാമത്തെ ദിവസം തേച്ചപ്പോൾ തുടങ്ങി പിന്നെ ഭയങ്കര അലർജി കേട്ടോ. കാരണം വെച്ചാൽ ചോറ് എന്താ പറയുക, അവിടെ ഒക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട്. പിന്നെ ഞാൻ അത് മാറാനായിട്ട് വേറെ ഓയിൽമെൻ്റൊക്കെ തേച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടിയത്. ഇപ്പം ഞാൻ യാതൊരു വലിയ പരസ്യങ്ങളൊന്നും കണ്ടില്ല റെക്സോണയുടെ പിന്നെ റോളോണിന്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പരിചയമില്ലാത്ത എന്താ പറയുക, ജസ്റ്റ് നമ്മളെ തൊട്ടടുത്തുള്ള ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്ക് ആ വാങ്ങിയ പ്രൊഡക്റ്റൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, വാങ്ങണമെന്നില്ല. ഇത് പക്ഷേ ഈ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കൂടിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ട് ആരോ പറയുന്ന സംസാരത്തിൽ വർത്തമാനത്തിൽ അവരുടെ എന്താ പറയുക നല്ലതാണെന്ന് പറയുന്നത് കേട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ പൈസയും നമ്മുടെ സ്കിന്നൊക്കെയാണ് പോണത്. കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വർത്തമാനം കേട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒന്നുകിൽ ഒരു സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ആ ഒരു ഇതായിട്ട് ഇപ്പോൾ കല്യാണി എയറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കല്യാണിന് അങ്ങനെ എയറിൽ കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ കല്യാണിൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കൊടുത്ത കമൻറ്റിന് ഒരു യൂട്യൂബർ പ്രതികരിച്ച്. അപ്പോൾ ആ യൂട്യൂബർ പ്രതികരിച്ച ആ ഒരു വകയിൽ കല്യാണി സ്ട്രൈക്ക് കൊടുത്തിട്ടോ. അത് കല്യാണിൻ്റെ അടുത്ത് വന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താ വെച്ചാൽ ആളൊരു ഫാമിലി വ്ളോഗറാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു സംഗതി ചെയ്യുമ്പം അതിന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, എനിക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടാവുന്നുള്ളൂ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം പോസിറ്റീവും നെഗറ്റീവും കിട്ടും. അപ്പം സ്ട്രൈക്ക് കൊടുത്തതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം എന്താ പറയുക, ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് കല്യാണിനോട് എതിർപ്പുള്ളൂ കേട്ടോ. കാരണം ബാക്കി കല്യാണി ചെയ്യുന്നത് കല്യാണിൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കല്യാണി ചെയ്യുന്നത്.